യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നീ ചെയ്ത ചെറ്റത്തരം മാഞ്ഞുപോല. നീ എന്താ വിചാരിച്ചേ? ഞങ്ങളൊന്നും അറിയില്ലെന്നോ? നിനക്ക് വേദനിക്കണോ? നിന്നെ അവന്മാര് പിടിച്ചോണ്ട് പോകുന്നത് എന്തിനാണെന്നും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാടാ. അവന്മാരുടെ കൈ കിടന്ന് ചാവേണ്ട നിന്നെ ഞങ്ങൾ രക്ഷിച്ചോണ്ട് വന്നതേ പുണ്യം കിട്ടാനൊന്നും അല്ല, ചില കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കാനാ. കോടതി തെളിയിക്കാനോ? എന്ത് കാര്യങ്ങളാ? കുറെ നാളായിട്ട് ഒരു ഫോണുമായിട്ട് നീ കറങ്ങായിരുന്നല്ലേ, വിറ്റ് കാശാക്കാൻ. ആ ഫോണിപ്പോ പോലീസിന്റെ കയ്യിലാ. അത് കൈക്കലാക്കാൻ നോക്കിയവന്മാര് ഇന്ന് തന്നെ പോലീസിന് പറയാനാവും. ചിലപ്പോ നിന്നെയും കൊണ്ടുപോകും. അയ്യോ, എന്നെ എന്തിനാ കൊണ്ടുപോകുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്തില്ലടാ നായെ. സ്വന്തം അനിയത്തെ പോലെ കരുതേണ്ട മഞ്ചാടിയുടെ ജീവിതം വെച്ചാൽ നീ കളിച്ചേ. അന്നാ പൊണ്ണി എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിലേ ഇന്ന് മഞ്ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച് ഇവിടെ കിടക്കില്ലായിരുന്നു. സച്ചി സാറിന്റെ മകന് ഇത്രയും കാലം ജയിലിൽ കിടക്കേണ്ട വരില്ലായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്കൊന്നും അറിയില്ലല്ലോ. വേണ്ടോ, ഇനി അവൻ അടിച്ചിട്ട് കാര്യമില്ല. എടാ, ചെയ്ത കുറ്റം ഏറ്റുപറഞ്ഞ് കീഴടങ്ങിയ നിനക്ക് നിന്റെ കുടുംബത്തിൽ ജീവിക്കാം. അല്ലെങ്കിൽ ഇനിയുള്ള കാലം നിനക്ക് ജയിലിൽ കഴിയാം. എന്തു വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ. പോലീസ് ഒന്ന് ചോദിക്കുമ്പോഴേ സത്യസന്ധ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നോക്ക് വിനയാ, നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കാം. അത് നീ ഓർത്തോ. തുറക്ക്. മോനെ രഘു, എന്റെ വിനയൻ എങ്ങനെയുണ്ട്? നിങ്ങൾ എന്തിനാ വാതിലൊക്കെ അടച്ചത്? അത് വിനയൻ ഭക്ഷണം കഴിക്കായിരുന്നു, അപ്പ അടച്ചതാ. വലിയ നന്ദിയുണ്ട് സാറേ, നിങ്ങൾ എന്റെ മോനെ രക്ഷിച്ചല്ലോ. ഒരിക്കലും ഞാനിത് മറക്കില്ല. ലതിക വിനയന്റെ അടുത്തേക്ക് ചെല്ലു. അവനിപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പുറത്ത് നിൽക്കാം. ചെല്ല്. വായേട്ടാ. മോനെടാ, നീ അമ്മയെ തീ തീറ്റിച്ച് കളഞ്ഞല്ലോടാ. അമ്മേന്റെ ദേഹത്ത് തൊടല് ഭയങ്കര വേദന. എന്റെ ഈശ്വര, ഈശ്വര, എന്റെ മോനെ തല്ലി ചതച്ചവന്മാരുടെ തലയിൽ ഇടുത്തി വീണേ. നീ ഇങ്ങനെ കരയാതെ ലതികേ. വിനയനെ നമുക്ക് ജീവനോടെ തിരികെ കിട്ടിയല്ലോ, അതിന് ദൈവത്തോട് നന്ദി പറ. അപ്പൊ ഞാൻ ചത്തുവോന്നാണോ അങ്കിളും അമ്മയെ കരുതിയത്? ഒന്നും പറയാനൊക്കില്ലല്ലോ വിനയ. ഇതുപോലെ തട്ടിക്കൊണ്ടു പോയവരെയൊക്കെ അക്രമികള് കൊന്നു തള്ളിയ വാർത്തയാ ടിവിയിലൊക്കെ കാണുന്നേ. മതി ഏട്ടാ, ഇങ്ങനൊന്നും പറയണ്ട. എന്റെ ഈ ചീരമോളുടെ പ്രാർത്ഥന കൊണ്ട് എന്റെ മോൻ തിരിച്ചു വന്നല്ലോ. ചീരുമോളുടെ പ്രാർത്ഥന? എന്നിട്ട് അവളെവിടെ? എന്റെ ഡെഡ് ബോഡി തിരിച്ചു കിട്ടണേന്നാവും അവള് പ്രാർത്ഥിച്ചത്. ദൈവദോഷം പറയല്ലടാ, അവള് കാരണം നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നെ. എന്നിട്ടാണോ അവൾ എന്നെ ഒന്നും വന്ന് കാണുപോലും ചെയ്യാത്തത്? എല്ലാരും കൂടി ഇങ്ങോട്ട് ഓടി വന്ന പിന്നെ കുഞ്ഞുങ്ങൾ ആരും നോക്കൂടാ. അതുമല്ല, 100 അസുഖങ്ങളായിട്ട് ആളുകൾ വരുന്ന ഹോസ്പിറ്റലില് കുഞ്ഞുങ്ങളെ കൊണ്ടുവരണ്ടെന്ന് ഞാനാ പറഞ്ഞത്. ശരി ശരി, നിങ്ങൾക്കൊക്കെ അവള് വലിയ പുണ്യവതിയാ. പതുക്കെ. നന്നായിട്ട് തല്ല് കിട്ടിയെന്ന് തോന്നുന്നു. സോറി, എനിക്കൊരു ഓംലെറ്റ്. ഇപ്പൊ തരേട്ടാ. നിനക്ക് നാണമില്ലേ സത്യ? എന്തിന് അമ്മ എന്താ ഈ പറയുന്നത്? നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, എന്നിട്ടും തെണ്ടി തിന്നണോ? ഏട്ടൻ എന്നോട് ഓംലെറ്റ് ചോദിച്ചതിനാണോ അമ്മ ഈ പറയുന്നേ? അതെ. ഇതെന്താ അമ്മ ഇങ്ങനെ? സോന എനിക്കെന്റെ പെങ്ങളാ, അതെന്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാനൊന്നും പറയുന്നില്ല, നീ നിന്റെ ഇഷ്ടം പോലെ കാണിക്കേ. അമ്മയുടെ മനസ്സിൽ ഞാൻ മരിച്ചു കഴിഞ്ഞു, അതാ ഈ ദേഷ്യം. അത് നീ കാര്യമാക്കണ്ട സോനെ, സത്യന് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്ക്. ശരി. അല്ല, വിനയൻ ഹോസ്പിറ്റലായ കാര്യം ഏട്ടൻ അറിഞ്ഞോ? ആ, ഇന്നലെ രാത്രി ശബരി എന്നെ വിളിച്ചിരുന്നു. അതെന്തിനാ ആ വിനയന്റെ കാര്യം പറയാൻ ശബരി നിന്നെ വിളിക്കുന്നത്? വിനയന്റെ കാര്യം പറയാനല്ല, മഞ്ചാടിയുടെ കാര്യം പറയാനാ ശബരി വിളിച്ചത്. മഞ്ചാടിയുടെയോ? അതെ. ഇന്നലെ എന്നെ കിട്ടിയില്ലല്ലോ. രാവിലെ ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് കാര്യം അറിഞ്ഞത്. മഞ്ചാടി
ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. സത്യമാണ് ഏട്ടാ. ഹാ, പിന്നെ സത്യമാകാതെ ഇതൊക്കെ ആരെങ്കിലും കള്ളം പറയുവോ? ഇത് കേട്ടപ്പോ ആന്റിക്ക് വലിയ സന്തോഷമായ മട്ടുണ്ടല്ലോ. അല്ല, ഞാൻ സന്തോഷിച്ചാലെന്താ? സങ്കടപ്പെടാൻ എന്റെ ആരും ചത്തില്ലല്ലോ. കുറച്ച് മനസാക്ഷിയോടെ സംസാരിക്കാമേ. എടാ, നീ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെടുന്നേ? ആ പെണ്ണെന്തെങ്കിലും വിവരക്കേട് കാണിച്ചതിന് അമ്മ എന്ത് ചെയ്യാനാ? ഇന്ദ്രൻ എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്ന? മഞ്ചാടി എന്നെ പോലെ ഏട്ടൻ അനിയത്തി തന്നെയല്ലേ? അന്യത്തി ആയാലും ചേട്ടത്തി ആയാലും പെൺകുട്ടികളായാലും അടങ്ങി ഒതുങ്ങി കഴിയണം. അല്ലാതെ പഠിക്കാൻ പോയിട്ട് കണ്ട ആണുങ്ങൾക്കൊപ്പം കറങ്ങുമല്ല ചെയ്യേണ്ടത്. ആ, അങ്ങനെ കോവളത്ത് പോയെങ്കിൽ എന്തെങ്കിലും അബദ്ധവും പറ്റി കാണും. അതാ ആത്മഹത്യക്ക് ശ്രമിച്ചത്. കഷ്ടം. അല്ല, അമ്മയൊരു സ്ത്രീയല്ലേ, എങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് നിനക്കത്ര പൊള്ളേണ്ട കാര്യം എന്താടാ? ആ മാഷു അയാളുടെ 5 പെൺമക്കളും പഴകള് തന്നെയാ. ഇങ്ങനൊന്നും പറയാതെ ആന്റി. എന്താ കാര്യമൊന്നും കാരണമൊന്നും നമുക്കറിയില്ലല്ലോ. ദേ, നീ കൂടുതൽ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. ശ്യാമേണ്ണന് വേറെ പണിയൊന്നുമില്ലേ? ഈ അമ്മ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. അതെ, ആരെ എന്തും പറയാൻ ഒളിപ്പില്ലാത്ത നാവാ നമ്മുടെ അമ്മയുടേത്. എടാ, സത്യ വേണ്ട, നീ വെറുതെ അമ്മയെ പേടിപ്പിക്കണ്ട. അമ്മ പറഞ്ഞാൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. വെറുതെ ആരും മരിക്കാൻ തീരുമാനിക്കില്ലല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായ കാരണവും ഉണ്ടാവും. അതെന്താണെന്ന് ആദ്യം അറിയട്ടെ, എന്നിട്ട് അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്താം. അതെ, അതാ ഞാനും പറയുന്നത്. ഇതങ്ങനെ മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. ശ്യാമേട്ടൻ വന്നേ, വാ, നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഓ, ആ പെണ്ണിനെ പറഞ്ഞത് 3നും ഇഷ്ടപ്പെട്ടില്ല. നീ കഴിക്കിന്ദ്ര. മതിയമ്മേ. മഞ്ചാടിയുടെ അച്ഛനെ ഇതിലൊന്ന് സൈൻ ചെയ്ത് തന്നെ. എന്താ സിസ്റ്റർ? നേരത്തെ പറഞ്ഞാണല്ലോ, മഞ്ചാടി 8 മണിക്ക് സർജറിക്ക് കയറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞാണല്ലോ. സർജറിയോ? എന്താ ശബരി ഇതൊക്കെ? അങ്ങനെ മേജർ സർജറി ഒന്നും അല്ല അച്ഛാ. ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി സൈൻ ചെയ്യിക്കുന്നേ ഉള്ളൂ. അത് സൈൻ ചെയ്ത് കൊടുക്കച്ച, വെറുതെ സിസ്റ്ററെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ.